Third question. XPQI is a vertical smooth long loop having total resistance R. PX എന്ന് പറഞ്ഞത് പാരലൽ ടു QY ആണ്. ഇത് രണ്ടും പാരലലാന്ന് പറഞ്ഞിട്ടുണ്ട്. റൈറ്റ്. ഇനി ദ സെപ്പറേഷൻ ബിറ്റ്വീൻ ദം ഈസ് L. ഈ ഡിസ്റ്റൻസ് L പറഞ്ഞു. വലിയ റോഡുണ്ട് L, അതിൻ്റെ ലെങ്ത് മറ്റേനേക്കാൾ ഇത് ഗ്രേറ്റർ ആണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആൻഡ് മാസ് M is made to slide down from rest under the gravity as shown figure. The terminal speed acquired by the rod is. ടെർമിനൽ സ്പീഡ് എന്ന കൺസെപ്റ്റ് നമ്മൾ ഫ്ലൂയിഡ്സിലേക്ക് കേട്ടിട്ടുണ്ടാവുക. ടെർമിനൽ സ്പീഡ് എന്ന് പറഞ്ഞാൽ അറ്റൈൻ ചെയ്യാൻ പറ്റിയ മാക്സിമം സ്പീഡ്. സ്പീഡ് മാക്സിമം ആയി കഴിഞ്ഞാൽ ആക്സിലേഷൻ എന്തായി? അപ്പോൾ ഓരോരോ പോയിന്റ് ആലോചിച്ചാൽ ഇതാണ് കേസ്. ടെർമിനൽ സ്പീഡ്, ദാറ്റ്സ് എ മാക്സിമം സ്പീഡ് ഇറ്റ് ക്യാൻ ബി അറ്റൈൻഡ്. മാക്സിമം സ്പീഡ് ആയി കഴിഞ്ഞാൽ ആക്സിലേഷൻ എന്തായി? ദെൻ ആക്സിലേഷൻ ഈസ് ഈക്വൽ ടു 0. ആക്സിലേഷൻ 0 ആയാൽ നെറ്റ് ഫോഴ്സ് എന്തായി? 0 ആയി. നെറ്റ് ഫോഴ്സ് 0 ആണെങ്കിൽ ടോട്ടൽ അപ്വേർഡ് ഫോഴ്സ് ദാറ്റ് ഈസ് ഈക്വൽ ടു ടോട്ടൽ ഡൗൺവേർഡ് ഫോഴ്സ്. ഇവിടെ ഡൗൺവേർഡ് ഫോഴ്സ് ഏതാ? ഗ്രാവിറ്റിയിൽ മൂവ് ചെയ്യുന്നു mg. അപ്വേർഡ് ഫോഴ്സ് ഏതാ? ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. അപ്പം എന്ത് സംഭവിക്കും? മൂവ് ചെയ്യുന്ന സമയത്ത് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ, റൈറ്റ്, മോഷൻ EMF ഉണ്ടാവും. അപ്പം ഇതിലൂടെ കറണ്ട് പോവും. അപ്പോൾ ഒരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ മാഗ്നറ്റിക് ഫീൽഡ് വെച്ചാലുള്ള ഫോഴ്സ്. ലെൻസ് റൂൾ പ്രകാരം താഴേക്ക് മൂവ് ചെയ്യുന്നതുകൊണ്ട് ഒപ്പോസ് ചെയ്യുന്ന ഫോഴ്സ് ഇങ്ങോട്ടായിരിക്കണം. ആ ഫോഴ്സിന്റെ ഇക്വേഷൻ BIL ആണല്ലോ. ദിസ് BIL ഈസ് ഇക്വൽ ടു വാട്ട്? mg എന്ന് വരും. റൈറ്റ്. ഇനി I എന്താണെന്ന് കിട്ടിയാൽ ഇവിടെ ചോയ്സിൽ I ഇല്ല. നമ്മളോട് ചോദിച്ച ടെർമിനൽ സ്പീഡ് അല്ലേ ചോദിച്ച്? റൈറ്റ്. യെസ്. ആ ടെർമിനൽ സ്പീഡ് കിട്ടണം എന്നുണ്ടെങ്കിൽ അത് Iന്റെ ടേംസ്. മോഷണൽ EMFന്റെ ഇക്വേഷൻ ഏതാ? മോഷണൽ EMF എന്ന് പറഞ്ഞത് ദാറ്റ് ഈസ് BLV. അങ്ങനെ എല്ലാവരും പരസ്പരം പെർപെൻഡിക്കുലർ ആയതുകൊണ്ട് സൈൻ തീറ്റ 1 ആയി. അപ്പം കറണ്ട് എന്ന് പറഞ്ഞത് മോഷണൽ EMF ഡിവൈഡഡ് ബൈ റെസിസ്റ്റൻസ്. അപ്പം BLV ഡിവൈഡഡ് ബൈ R. റൈറ്റ്. ആ L ചെറിയ L മാറിപ്പോണ്ട. ലെങ്ത് ഓഫ് കണ്ടക്ടർ അല്ല എടുക്കേണ്ടത്, ഇതിൻ്റെ ഉള്ളിലുള്ള ഇവിടെയുള്ള അല്ലേ വേണ്ട. അപ്പോൾ ഇത്ര എഫക്റ്റീവ് ലെങ്ത് ഈസ് വാട്ട്? സ്മോൾ L. റോഡിൻ്റെ ഇത്രയും ഭാഗത്തുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഒന്നും എടുക്കാൻ പറ്റില്ല. ഈ പോയിന്റുകൾ തമ്മിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ്. അപ്പം ലെങ്ത് ഇത് എടുക്കാൻ പാടുള്ളൂ. അപ്പം ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ B ഇൻറ്റു I ദാറ്റ് ഈസ് BLV ഡിവൈഡഡ് ബൈ R ഇൻറ്റു L ദാറ്റ് ഈസ് ഇക്വൽ ടു mg. റൈറ്റ്. അപ്പം ഇവിടെ ഇത് B സ്ക്വയർ L സ്ക്വയർ V ബൈ R ദാറ്റ് ഈസ് ഇക്വൽ ടു mg. നമ്മളോട് സ്പീഡാണ് ചോദിച്ചത്. ദാറ്റ് ഈസ് വാട്ട്? mgr ഡിവൈഡഡ് ബൈ B സ്ക്വയർ L സ്ക്വയർ. ദാറ്റ് വിൽ ബി ദ ഫൈനൽ ആൻസർ.